ഹായ്, എല്ലാവർക്കും നമസ്കാരം. കുറച്ച് ദിവസമായിട്ട് വീഡിയോയിൽ വരാൻ പറ്റിയില്ല. വേറൊന്നുമല്ല, പനിയും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ തന്നെ കുറച്ച് ദിവസം പോയി. അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോയിലേക്ക് കിടക്കാം. അതായത് തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡിൽ ഒരു ലഹരി ഭീകരനെ കൊണ്ടുപോയി സ്ഥാപിച്ചിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും കണ്ടവരുണ്ടാവും, കാണാത്തവരും കുറേ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടാലോ? വായ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അത് ദൂരെ നിന്നുള്ള ഒരു വ്യൂ ആണ് ആ ചെയ്ത് വെച്ചേക്കുന്നതിൻ്റെ. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ചെന്നിട്ടുള്ള വീഡിയോസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മളെല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ ഈ ചെയ്ത് വെച്ചേക്കുന്നത്. നല്ല ഒരു വിദ്യാർത്ഥിയെ ഒരു ലഹരിയുടെ നീരാളി പിടുത്തത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന ആ കുട്ടി ഓടിയെത്തുന്നത് നമ്മുടെ കേരള പോലീസിൻ്റെ കൈകളിലേക്കാണ്. അതാണ് അതിൻ്റെ ഒരു ആശയം കൊടുത്തിരിക്കുന്നത്. എന്തായാലും നല്ല 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 അടിപൊളിയായിട്ടാണ് ചെയ്തു വെച്ചേക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ തന്നെ നമുക്കത് ആ രൂപം കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും. ഒരു നീരാളി പിടുത്തമാണ് ചെയ്തു വെച്ചേക്കണത് കേട്ടോ. അതിൽ നല്ലൊരു ആശയം തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. മനസ്സിനെയും മസ്തിഷ്കത്തെയും മനുഷ്യ ജീവിതത്തെയും അടിമുടി ചോരയിൽ മുക്കുന്ന ലഹരി പദാർത്ഥങ്ങളുടെ നീരാളി പിടുത്തത്തിൽ നിന്ന് ഭാഗധേയങ്ങളായ വിദ്യാർത്ഥി സമൂഹത്തെ വിമുക്തമാക്കുവാൻ നമ്മുടെ നീതി നിർവഹണ സംവിധാനം അരയും തലയും മുറുക്കി നിലകൊള്ളുന്നു. ആശയം സുബ്രതകുമാർ, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, റിട്ടയർഡാണ്. പിന്നെ അത് ചെയ്തു വെച്ചിരിക്കുന്ന ശില്പി എന്ന് പറഞ്ഞ സുരേഷ് ഡാവിഞ്ചി എന്ന് പറഞ്ഞൊരു വ്യക്തിയാട്ടോ. അദ്ദേഹത്തിൻ്റെ ആ ഒരു കലാവിരുത് നമ്മൾ സമ്മതിച്ച് കൊടുക്കണം. നമ്മളിപ്പോൾ ഞാൻ കണ്ടിട്ടൊന്നുമില്ല, എന്നാലും ആൾക്കൊരു ബിഗ് സല്യൂട്ട് നമ്മൾ കൊടുക്കുക കേട്ടോ. കാരണം അത് ചെയ്തു വെച്ചിരിക്കുന്നത് പഴയ എൻജിൻ വീൽസ്, പഴയ ഈ ആക്രി സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഉണ്ടാവും. അത് വെച്ചിട്ടാണ് അത് ഫുള്ള് ചെയ്തു വെച്ചേക്കുന്നത്. ഞാൻ ആ സൈഡ് ഞാൻ കാണിച്ചു തരാം. ഒരു വലിയൊരു സിറിഞ്ചും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സിറിഞ്ചിൽ നിന്നാണല്ലോ ഇതൊക്കെ ചെയ്ത് പോകുന്നത് ലഹരി. അപ്പോൾ അതാണത് കാണിച്ചു വെച്ചത്. കണ്ടില്ലേ, ഇതൊക്കെ ചെറിയ വീൽസുകൾ വെച്ചിട്ടാണ് ഇത് ചെയ്തു വെച്ചേക്കണത്. എന്തായാലും അതിൽ നിന്നും ഇങ്ങനെ ഒരു രൂപത്തെ വാർത്തെടുക്കാൻ കാണിച്ച അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സിന് ഒരു ബിഗ് സല്യൂട്ട് ഞാൻ വീണ്ടും കൊടുക്കുകയാണ്. എന്തായാലും നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മക്കൾ ഇങ്ങനെയുള്ള ലഹരിയിൽ പെടാതിരിക്കട്ടെ. ഇത് കാണുമ്പോൾ തന്നെ അവരതിൽ പെടില്ല എന്നാണ് നമ്മുടെയൊക്കെ ഒരു വിശ്വാസം. ഓക്കെ, ബൈ, ടാറ്റാ.